ചതയദിനം ആഘോഷിക്കാൻ ബി.ജെ.പി. ഒ.ബി.സി. മോർച്ചയെ ചുമതലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടിരുന്നു ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് കെ എ ബാഹുലേൻ. അദ്ദേഹം ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ അംഗവും അതുപോലെ എസ്.എൻ.ഡി.പിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്നു. പാർട്ടി വിട്ടതിന് ശേഷം അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നുള്ള ശ്രമം പാർട്ടി ആരംഭിച്ചിരുന്നത്. കാരണം അദ്ദേഹം എസ്.എൻ.ഡി.പിയുടെ സജീവ നേതാവാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരുന്നു. പാർട്ടി അതിന് ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെയാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. അനുനയം ഫലിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഗുരുദേവനെ അവരെ ഒരു ഹിന്ദു സന്യാസിയാക്കി ചുരുക്കാൻ ശ്രമിക്കുകയാണ്. അത് എൻ്റെ ആശയവുമായി യോജിക്കുന്നതല്ല. രണ്ടാമത് അവർ കൂടുതലായിട്ടും അവരുടെ ഒരു വ്യാപാരം എന്ന് പറയുന്നത് ഈ മുസ്ലിം വിരുദ്ധ, ക്രൈസ്തവ വിരുദ്ധ ഒരു നിലപാടാണ്. ഞാൻ ജനിച്ചു വളർന്ന നെടുമങ്ങാട് ടൗണിലാണ്. മുസ്ലിം ഉമ്മമാരും അതേപോലെ മുസ്ലിം മാമമാരും മുസ്ലിം സുഹൃത്തുക്കളുടെ ഇടയിൽ വളർന്ന എനിക്ക് ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവം ഒരിക്കലും സാധ്യമല്ല. അതേപോലെ തന്നെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത കാലത്ത് അതിനു വേണ്ടിയുള്ള അവസരമൊരുക്കിയ ജെസ്യൂട്ട് ഫാദേഴ്സ് അവരെല്ലാം ക്രിസ്ത്യാനികളാണ്. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടായത് ക്രിസ്ത്യാനികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഗുരുദേവൻ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് സന്യസിക്കാൻ സാധിച്ചത് അവരുള്ളത് കൊണ്ടാണ്. ആരും ബ്രിട്ടീഷുകാർ. അല്ലെങ്കിൽ എൻ്റെ ഗതി ശംഭുകൻ്റെ ഗതിയായേനെന്നാണ്. എന്താണ്? ശംഭുകനെ ശൂദ്രനായതുകൊണ്ട് അമ്പെയ്ത് കൊന്നുകളഞ്ഞു. ആര്? ശ്രീരാമൻ. അപ്പോൾ ബ്രിട്ടീഷുകാരുള്ളത് കൊണ്ടാണ് എനിക്ക് സന്യസിക്കാനുള്ള അവസരം ഉണ്ടായത്. അപ്പം ഒന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അവർ നിൽക്കുന്ന അതിലാണ്. കാരണം ഇത് ആളിക്കത്തിച്ച്, ഈ വർഗീയത, ഈ മതവികാരം ആളിക്കത്തിച്ച് ഇങ്ങനെ വളർത്തിയെടുക്കുക. അതാണല്ലോ ബാബറി മസ്ജിദിൽ നമ്മൾ കണ്ടില്ലേ? പിന്നെ കാര്യം വർഗീയതയിൽ അങ്ങനെ അവിടെ അങ്ങനെ സഹിച്ചാൽ നിൽക്കാൻ കഴിയില്ല, ഒരിക്കലും സാധിക്കില്ല. എനിക്ക് മനുഷ്യനെ എല്ലാവരും ഒരുപോലെ കാണണം. എല്ലാ മനുഷ്യരും ആത്മസഹോദരങ്ങളാണ്. അതിന് ഞാൻ എപ്പോഴും ഉദാഹരണമായി കാണുന്നത് മന്നത്ത് പത്മനാഭനാണ്. മഹാനാണ് അദ്ദേഹം. മഹാനായ മന്നത്ത് പത്മനാഭൻ എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് കാര്യം? അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നാം കേരളീയർ എല്ലാവരും ശ്രീനാരായണീയരാണ് എന്ന് വെച്ചാൽ ജാതിപരമായി നമ്മൾ ജീവിക്കുന്നു, മതപരമായി ജീവിക്കുന്നു, അതൊക്കെ ശരി. അങ്ങനെ ജീവിക്കുമ്പോഴും നമ്മൾ ആത്മസഹോദരങ്ങളാണ്, ഒരമ്മ പെറ്റ മക്കളാണ് നമ്മൾ. അങ്ങനെ വേണം ജീവിക്കാൻ. ഇവർക്ക് ആ നയം ഇവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? ബി.ജെ.പിക്ക് മന്ദം പറഞ്ഞത് അവർ അംഗീകരിച്ചാൽ മതി. പറ്റുമോ? പിന്നെ എങ്ങനെ എനിക്ക് പറ്റും? ഇന്ന് സാധാരണക്കാരനായ ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ബന്ധപ്പെട്ടിരുന്നോ? അത് നേരത്തെ, അത് കടഞ്ഞ അധ്യായമല്ലേ, അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ അത് ക്ലോസ് ചെയ്ത് വിട്ടല്ലോ. ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അത് മതിയാക്കി. പിന്നെ അത് മതിയാക്കിയവർ. അവർക്ക് മനസ്സിലായി കാരണം നടക്കാത്ത കാര്യമാണ്. കാരണം നേരത്തെ രാജിവെക്കേണ്ടതായിരുന്നു. എപ്പോഴും നേരത്തെ രാജിവെക്കേണ്ട സന്ദർഭം ഉണ്ടായി. ഞാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിട്ടാണ് ഞാൻ നിർത്തിയത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള ഗവൺമെൻറ് കൊണ്ടുപോയ ഗുരുദേവൻ്റെ പ്രതിമയെ അവിടെ ആ പ്ലോട്ടിന് അംഗീകരിച്ചില്ല അവർ. അതിന് പകരം അവരെന്ത് ചെയ്തു? ആദിശങ്കരനെ വെച്ചു. ആദിശങ്കരനോട് നമുക്കൊരു വിരോധമില്ല. പക്ഷേ ഗുരുദേവൻ സത്യദർശിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സത്യദർശിയാണ്. അങ്ങനെയുള്ളൊരു മഹാഗുരുവിനെ, മനുഷ്യനെ മാത്രം നോക്കി ജീവിച്ച ആ മഹാമനുഷ്യൻ്റെ മാറ്റുക എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ തന്നെ രാജിവെക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു അന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ആയപ്പോൾ പിന്നെ അത് താങ്ങാവുന്നതിലപ്പുറം ആയില്ലേ. ഇനി എന്തിനവിടെ നിൽക്കുന്നു? ഇതാണ് സത്യം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രമം നടത്തിയില്ല? രാജീവ് ചന്ദ്രശേഖർ ബന്ധപ്പെട്ടിട്ടില്ല. ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ടല്ലോ. ഞാൻ പറയാമല്ലോ, സ്ഥാനമാനങ്ങൾ വാരിക്കൊരു തന്നില്ലേ. അവരെന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ലായിരുന്ന സന്ദർഭത്തിൽ തന്നെ അവരിവിടുത്തെ ഈ രാജഗോപാലൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനാക്കി, സംസ്ഥാന എക്സിക്യൂട്ടീവാക്കി, കർഷക മോർച്ച വൈസ് പ്രസിഡൻ്റാക്കി, സംസ്ഥാന സെക്രട്ടറി ആക്കി.
പിന്നോക്ക സമുദായ മോർച്ച ഉണ്ടാക്കി എന്നെ ജനറൽ സെക്രട്ടറി ആക്കിയപ്പോൾ മാത്രം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വർഗ സംഘടനയിലാണ് എനിക്ക് വിശ്വാസം, വർഗീയ സംഘടനയിലല്ല. വർഗ ബഹുജന പ്രസ്ഥാനങ്ങളിലാണ് എനിക്ക് വിശ്വാസം. ഞാൻ അങ്ങനെ വളർന്നു വന്നവനാണ്. അല്ലാതെ ഈ വർഗീയ ഉള്ള മത ന്യൂനപക്ഷ മോർച്ച പിന്നോക്കം അതൊന്നും എനിക്ക് ദഹിക്കുന്നതല്ല. എന്നെ ഇവിടെ മാറ്റാൻ പറഞ്ഞു. കുമ്മൻ രാജശേഖരനായിരുന്നു പ്രസിഡൻറ്റ്. ഞാൻ പോയി കുമ്മൻ രാജേട്ടൻ, ഞാൻ രാജശേഖരൻ അദ്ദേഹത്തിൻ്റെ രാജേട്ടനെ വിളിക്കും, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് പോയി പറഞ്ഞു, എന്നെ മാറ്റി. പിന്നെ ദേശീയ കൗൺസിൽ അംഗമായി. അപ്പോൾ എനിക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെ എന്തിനവരെ കാണണം? എന്ത് കോംപ്രമൈസാണ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് സത്യം. അനുനയമല്ല, അപ്പോൾ അവരുടെ ഒരു അടവ് നയമാണ്. അടവാണ് സത്യം, അടവാണ്. കേരളത്തിലോട്ട് പയറ്റുന്ന മുഴുക്ക അടവാണ്. കാരണം കന്യാസ്ത്രീമാരുടെ കാര്യം നോക്കിയാൽ മതി. വടക്കേൻ്റെ ഒരു നയം, കേരളത്തിൻ്റെ നയം. ഇനിയൊരു ഡയലോഗിനെ സാധ്യതയില്ല ബി ജെ പിയുടെ ദേശീയ നേതൃത്വം? സാധ്യതയും ബി ജെ പി ആയിട്ട് ഇനി ഒരു ഡയലോഗിനെ സാധ്യതയില്ല. അത് അടഞ്ഞ അധ്യായം. അവർ പിന്നോക്ക വിരുദ്ധരാണ്, ദളിത് വിരുദ്ധരാണ്, അതിന് യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ മോഹന വാഗ്ദാനങ്ങളാണ് അവരുടെ ആയുധം. ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്നതാണ് അവരുടെ ആയുധം. ഇപ്പോൾ ക്രൈസ്തവ സ്നേഹമൊക്കെ ഉണ്ട്. ക്രൈസ്തവ സ്നേഹമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നതല്ലേ. അവർ വല്ലാതെ പ്രകടിപ്പിക്കും സ്നേഹം. പക്ഷെ സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു ശകലം, ഒരു വർഗീയവാദിക്ക് എങ്ങനെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കും? ഗുരുദേവനെ ഹിന്ദു സന്യാസിയാകണം ഇവർ ആലോചിക്കാനുള്ളത്. നെയ്യാറ്റിങ്ങൽ, ഞാൻ ഇന്ന് രാവിലെ നെയ്യാറ്റിങ്ങൽ SNDPക്കാരെ വിളിച്ച് പറഞ്ഞു, അവിടെ SNDP യൂണിയൻ ഓഫീസിൻ്റെ അടുത്താണ് മുസ്ലിം ദേവാലയം ഇരിക്കുന്നത്. അതെങ്ങനെ അവിടെ വന്നു എന്ന് ഞാൻ ചോദിച്ചു. അത് ഗുരുദേവൻ കൊടുത്തതാണ്. ഗുരുദേവൻ മുസ്ലിമാണ്. നബി മുത്തുരത്നമോ മനുഷ്യാകൃതി പൂണ്ട ദൈവമോ ഗുരു പറഞ്ഞതാണ്. മുസ്ലിമായതുകൊണ്ടാണ്. കുറേ ഈഴവർ ഇങ്ങനെ പോയി ക്രിസ്തുമതത്തിൽ ചേർന്നു. അപ്പോൾ അവിടുത്തെ ഈഴവ പ്രമാണിവർ, വർഗീയത ഉള്ള പ്രമാണിമാർ ചെന്ന് ഗുരുദേവനോട് പരാതി പറഞ്ഞു, ഭഗവാനെ ഗുരുദേവ, ഈഴവന്മാരെല്ലാം ക്രിസ്തുമതത്തിൽ പോകണം. അതിനെന്താ, മതം ഏതായാലും മനുഷ്യ നന്നായാൽ മതി. ക്രിസ്തുവും ദൈവപുത്രനാണ്. അപ്പം മനുഷ്യാകൃതി പൂണ്ട ദൈവമാണ് നബിയെന്നും ക്രിസ്തു ദൈവപുത്രനാണെന്നും പറഞ്ഞ ഗുരുദേവൻ ഹിന്ദു സന്യാസിയ. പിന്നെ ഇതൊക്കെ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഗുരുദേവൻ ഈ ആത്മസാക്ഷാത്കാരത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇവർ പറയില്ല. ശേഷം പറഞ്ഞ കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞത്? നാം എല്ലാ ജാതി മതങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാം. അതിന് മുമ്പ് അദ്ദേഹം എഴുതിയില്ലേ പറഞ്ഞതൊക്കെ, അദ്ദേഹം നാണുവാണ് നാരായണ ഗുരുദേവനായി പരിണമിച്ചത്. അതൊക്കെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച. ആത്മസാക്ഷാത്കാരം ലഭിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് വേറെയാണ്. അതേപോലെ തന്നെ ഒരു ജാതി എന്ന് പറയുന്ന ഹിന്ദുക്കൾക്ക്, ഈ മതക്കാർക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ ഗുരുദേവ ഒറ്റ തട്ടാണ് കൊടുത്തത്. 4 തൂണാണ് ഈ ഹിന്ദുമതം, ചാതുർവർണ്ണ്യം. ഒരു ജാതി എന്ന് പറഞ്ഞാൽ നിൽക്കുമോ? അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഹിന്ദു സന്യാസിയാണെന്ന് പറഞ്ഞുകൊണ്ടെന്നാൽ ഹിന്ദു സന്യാസിമാർ ആരെങ്കിലും അങ്ങനെ പറയൂ? അതിൽ നിന്ന് തന്നെ നിസ്സാര കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുമല്ലോ. മിസ്റ്റർ അലക്സിന് മനസ്സിലായില്ലേ അത്? അദ്ദേഹം ഹിന്ദു സന്യാസിയല്ല. വളരെ ഈസിയല്ലേ മനസ്സിലാക്കാൻ. ആര് വിചാരിച്ചാലും ഇനി അവിടേക്കില്ല ബി ജെ പി. ഇല്ല, സത്യത്തിലില്ല. അത്തരത്തിൽ അസന്നിഗ്ധമായ നിലപാടാണ് കെ ബാഹുലേൻ വ്യക്തമാക്കുന്നത്. ഇനിയൊരു ചർച്ചയ്ക്കോ ഇനിയൊരു അനുനയത്തിനോ ഒരു സാധ്യതയുമില്ല. വർഗീയ കുടരത്തിലേക്ക് ഇനി ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.